ഹേയ് നിഷാൻ, ഇന്നത്തെ ഡേറ്റ് ഏതാ? മെയ് 14. ഓക്കെ, 1984 മെയ് 14 ജനിച്ച ഒരു വ്യക്തിയെയാണ് എനിക്കറിയേണ്ടത്. ഒറ്റ ക്ലൂ മാത്രമേ ഉള്ളൂ. ദാറ്റ് മാൻ ഈസ് എ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ അറിയുമോ? ഇല്ല. മാർക്ക് സുക്കർബർഗ്. നിഷാൻ കേട്ടിട്ടില്ലേ? അദ്ദേഹമാണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ. ഇനി ഫേസ്ബുക്കിൻ്റെ ഇപ്പോൾ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഈ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഒരു പേരൻറ്റ് കമ്പനിയുണ്ട്. ആ പേരൻറ്റ് കമ്പനിയുടെ സ്ഥാപകനും ഈ മാർക്ക് സുക്കർബർഗ് തന്നെയാണ്. ഏതാണ് ആ പേരൻറ്റ് കമ്പനി? ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെയൊക്കെ പേരൻറ്റ് കമ്പനി. അറിയില്ല? മെറ്റ. കേട്ടിട്ടുണ്ടോ? നോക്കിക്കേ, കേട്ടിട്ടുണ്ടോ? മെറ്റ എ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ മെറ്റയാണ് ആ പേരൻറ്റ് കമ്പനി. ഇനി ഒരൊറ്റ ചോദ്യം കൂടി മാത്രം. ഫേസ്ബുക്കിൻ്റെ ലോഗോയുടെ നിറം എന്താ? അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കളർ എന്താ? ബ്ലൂ. അങ്ങനെ ആ ഒരു ഫേസ്ബുക്കിന് ബ്ലൂ കളർ വരാൻ കാരണം മാർക്ക് സുക്കർബർഗിനുണ്ടായിരുന്ന ഒരു രോഗമാണ്. എന്താണ് ആ രോഗം? യെസ്, റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ്. അദ്ദേഹത്തിന് ബ്ലൂ മാത്രമായിരുന്നു കൃത്യമായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഫേസ്ബുക്കിന് നീല കളർ നൽകിയത്. ഓക്കെ, അത് ശരിയാക്കി. ഇനി മറ്റൊരു സംഭവം. ഏതോ ഒരു വർഷം മെയ് 14 ഇസ്രയേൽ എന്ന രാജ്യം സ്വതന്ത്രമായത്. നീ ജസ്റ്റ് ഏതാണ് ആ വർഷമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇസ്രയേൽ സ്വതന്ത്രമായ വർഷം. അറിയില്ല. 1948. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നതുപോലെ ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട്. ഏതാണ് സംഘടന? അറിയില്ല. വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ. സയനിസം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അപ്പോൾ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഉത്തരം. എങ്കിൽ ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നിനക്ക് ഒട്ടും ഉത്തരം അറിയില്ലായിരിക്കും. ആരാണ് ആ സംഘടനയുടെ സ്ഥാപകൻ? അറിയില്ല. സോറി നിഷാൻ, അടിച്ചേ പറ്റൂ. തിയോഡർ ഹെർസൽ. കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ അത് സ്ഥാപിച്ചത് തിയോഡർ ഹെർസൽ. അവസാനത്തെ ചോദ്യം. ഇസ്രയേലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ആര്? അറിയില്ലേ നിഷാൻ? നോ, ഇത് കൂടുതൽ നിനക്ക്. ഉത്തരം ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ പലസ്തീൻ യുദ്ധമൊക്കെ നടക്കുമല്ലേ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോഴത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി. അപ്പോൾ മെയ് 14 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ.